ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് അർത്തുങ്കൽ പള്ളി പെരുന്നാളിന് പോയതിൻ്റെ വിശേഷമായിട്ടാട്ടോ. ഞങ്ങളുടെ പള്ളിയിലും അപ്പോൾ ഇന്ന് സെബസ്ത്യാനോസിൻ്റെ തിരുനാളായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് രാവിലെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചകഴിഞ്ഞാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടുത്തെ പ്രധാന തിരുനാൾ നാളെ കേട്ടോ, 20-ാം തീയതി. ഞങ്ങൾ തലേദിവസം ഞായറാഴ്ച നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലൂടെ പോലീസുകാരൊക്കെ നിന്നിട്ട് വണ്ടി ഷോർട്ട് കട്ട് വഴി തിരിച്ച് വിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പള്ളിയിലോട്ട് കയറി വരുന്നത് വഴിയാട്ടോ. ഇപ്പോൾ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുർബാന 10-ാം തീയതി തുടങ്ങി 27 വരെയാട്ടോ ഇവിടെ പെരുന്നാൾ. 10-ാം തീയതി തൊട്ടേ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ ഒത്തിരി വിശ്വാസികളാണ് ഇവിടെ വന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കേട്ടോ അമ്പ് നേർച്ച കൊടുക്കുന്നത്. അമ്പും വില്ലും നേർച്ചയായിട്ട് വാങ്ങിച്ച് നമ്മൾ പള്ളിയിൽ കൊണ്ട് നേർച്ച കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറാട്ടോ ഇത്. അപ്പോൾ അവിടെ നമ്മൾ ക്യൂ നിന്ന് നമ്മളത് വാങ്ങിച്ച് നമ്മൾ നേർച്ചയായിട്ട് പള്ളിയിൽ കൊണ്ട് കൊടുക്കും കേട്ടോ. പഞ്ഞപ്പട വസന്ത പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനായിട്ടാട്ടോ വിശുദ്ധ സെബസ്ത്യാനോസ് അറിയപ്പെടുന്നത്. അനേകായിരം വിശ്വാസികളാട്ടോ പുണ്യാളനെ കാണാൻ ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാട്ടോ ഈ അമ്പും വില്ലും നേർച്ച. പുണ്യാളനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല പകർച്ചവ്യാധികളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും എന്നുള്ളതാട്ടോ വിശ്വാസം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി നേർച്ചയൊക്കെ ഇട്ടു പ്രാർത്ഥിച്ചു ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പഴയ പള്ളി. അപ്പോൾ ഇതായി നമുക്ക് അതിനകത്തൂടെ ഒന്ന് കയറാം കേട്ടോ. അതിനകത്തൂടെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാവേ.
അന്ത്യത്താഴ വേളയിൽ ഈശോ 12 ശിഷ്യന്മാർക്കുമൊപ്പം ഇരിക്കുന്നതാട്ടോ. അത് മരണപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കിയിട്ടാണ് അനേകം തീർത്ഥാടകര് അദ്ദേഹത്തിന്റെ. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം കൊണ്ടുവന്ന കപ്പലിലോട്ടാട്ടോ. അതിനെക്കുറിച്ചാണ് ഇപ്പം അച്ഛൻ പള്ളിയിൽ കുർബാനയുടെ ഇടയ്ക്കുള്ള പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ നേർച്ചയെക്കുറിച്ച് ഓർത്തത് വീണ്ടും ഈ രൂപം എടുത്തുകൊണ്ട് കപ്പലിൽ യാത്ര ചെയ്ത് വിവിധ രാജ്യങ്ങളിലെത്തിക്കുവാനാണ് പരിശ്രമിച്ചു. വലിയ കൊടുങ്കാറ്റുണ്ടായി. അപ്പോഴാണ് കപ്പിത്താന്, നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അടുത്ത് കാണുന്ന കരയിൽ കൊണ്ടുപോയി ദേവാലയത്തിൽ ഈ രൂപം സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ അത്തുമ്മലില് വികാരിയായിരുന്ന ഫാദർ ജോർജ് ഫൊൺസേക്ക എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി. സെബസ്ത്യാനോസിന്റെ രൂപവുമായിട്ട് ഒരു കപ്പലി വരുന്നു. ഈ പുരോഹിതൻ ഇടവകയുടെ വികാരി തീരത്തേക്ക് ഓടി ഈ കപ്പലിൽ നിന്ന് ഈ രൂപം സ്വീകരിച്ചു. അങ്ങനെ 1647 കടലിന്റെ തീരത്തുള്ള ഈ അത്തുമ്മൽ ദേവാലയത്തിൽ ഇവിടെയുണ്ടായിരുന്ന കുരിശടിയിൽ രൂപം സ്ഥാപിക്കുന്നത്. 1948 ജനുവരി മാസം 19 ഇന്നേ ദിവസം ഈ ദേവാലയത്തിലെ അൾത്താരയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പ്രതിഷ്ഠിക്കപ്പെട്ടു. വലിയ ചരിത്രം വിശുദ്ധനായ വായിക്കുന്നു. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽപ്പിണരുകളും ഉണ്ടായി. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന ഉദാശയാണ് വിവാഹം. ദൈവം നമുക്ക് നൽകുന്ന മക്കളെ വളർത്തി ദൈവസ്നേഹത്തിലും സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. വളരെയധികം കാര്യങ്ങൾ പ്രവർത്തനമൊക്കെ ഇതിയിൽ വെച്ചായിരുന്നു. ഇതിൽ കർത്താവിന്റെ സാന്നിധ്യമുള്ള ഈശോയുടെ സാന്നിധ്യമാണ് കാനായെ ശ്രേഷ്ഠമാക്കിയത്, പ്രസിദ്ധമാക്കിയത്. കാനായ വിവാഹത്തിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ശ്രേഷ്ഠമാകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകുന്നത് കർത്താവിന്റെ സാന്നിധ്യമുള്ളപ്പോഴാണ്. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുന്നത് ഒരു പടി കൂടി ഈശോയുടെ അടുത്തായിരിക്കാനാണ്. ഒരു പടി കൂടി ഈശോയെ അടുത്ത് കാണുവാനും കേൾക്കുവാനുമായിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈശോയെ രുചിച്ചറിയുവാനും ഈശോയുടെ ജീവിതത്തിന്റെ മജ്ജയും മാംസത്തിലേക്കും അലിഞ്ഞു ചേരുന്ന അനുഭവം കിട്ടുവാനുമായിട്ടാണ് ഞാൻ പരിശുദ്ധ കുർബാന, ഈശോ ഞാനായിത്തീരുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാനയിലൂടെ. എന്റെ ജീവിതം ധന്യമാകുന്നു. യേശുവിനോട് അടുത്തായിരിക്കുക, യേശുവിനെ അനുഭവിക്കുക. തീർന്നുപോയെന്ന് പറയുമ്പോൾ ഇതിലൂടെ അർത്ഥമാക്കിയത് ഇങ്ങനെ നമ്മുടെ പള്ളിയിലെ നേർച്ചകളെല്ലാം കഴിഞ്ഞിട്ടോ, കഴിഞ്ഞ് ഇറങ്ങി. ഇനി നമ്മളിതേ കടപ്പുറത്തോട്ട് കൂടെ ഒന്ന് പോയിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിട്ടാട്ടോ. അങ്ങനെ കടപ്പുറത്തോട്ട് പോകുന്ന വഴിക്കുള്ള വഴിയോര കാഴ്ചകളാട്ടോ ഇതെല്ലാം. ഒരു വാക്കാണ് എന്തുകൊണ്ട് ഈശോ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു. 60 രൂപയ്ക്കും 100 രൂപയ്ക്കും ലഭിക്കുന്നു. 100 രൂപ 100 രൂപ 100 രൂപ. ഈ സ്റ്റാളിൽ കാണുന്ന ചെടിച്ചട്ടികളാകട്ടെ 7 എണ്ണത്തിന് 100 രൂപ, 6 എണ്ണത്തിന് 100 രൂപ, 5 എണ്ണത്തിന് 100 രൂപ. കൂടാതെ ഉൾപ്പെടെ മറ്റു കടകളും 200 രൂപയ്ക്കും 250 രൂപയ്ക്കും ലഭിക്കുന്ന സാധനങ്ങൾ ഈ സ്റ്റാളിൽ 60 രൂപയ്ക്കും.
ഇതൊരു നഴ്സറി ആട്ടോ. ഇവിടെ ഒത്തിരി നല്ല പൂച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും പച്ചക്കറി വിത്തോ പച്ചക്കറി തൈകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ പൂച്ചെടിയാണേലും എനിക്കങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെ ചെടി വാങ്ങിച്ച് വെക്കുന്നത്. ഞാൻ വല്ല കമ്പൊക്കെ കൊണ്ടുവന്ന് കുത്തി വെച്ച് കിളക്കുന്ന ചെടിയൊക്കെ എനിക്കിഷ്ടം കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഈ പൂ കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ വാങ്ങിച്ച് വെക്കുന്ന ചെടിയാണെങ്കിൽ പിന്നെ പൂവൊക്കെ ഉണ്ടാകാൻ പാടാണ്. പിന്നെ പൂവൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്ന ചെടികളോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ദേ അവിടെ നിൽക്കുന്ന ഒരു വയലറ്റ് പൂവിൻ്റെ ചെടി അതൊരെണ്ണം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ അതെനിക്ക് വാങ്ങിച്ചു തന്നില്ല കേട്ടോ. ഇവിടെ നമ്മുടെ കടലാസ് ചെടിയുടെ ഒത്തിരി വെറൈറ്റി കളറുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കടപ്പുറത്തെത്തി കേട്ടോ. ഇവിടെ സെബസ്ത്യാനോസിൻ്റെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊന്തെടുക്കുന്നു പോകുന്നതാണ്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് കടലിൽ നിന്ന് പൊന്ത് വെള്ളത്തെ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതാട്ടോ കണ്ടത്. അവർ മീനൊക്കെ പിടിച്ച് വള്ളം കരയ്ക്ക് കയറ്റിയിട്ട് മീനൊക്കെ വലയിൽ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണാനായിട്ട് കേട്ടോ ഇതിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അത് വലയിൽ നിന്നൊക്കെ അഴിച്ചെടുക്കുക കേട്ടോ. മത്തിയാട്ടോ അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും അത് നോക്കി നിൽക്കുക കേട്ടോ, ഒരു കൗതുക കാഴ്ചയായിട്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ അത് വലിയൊരു കൗതുക കാഴ്ച തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അത് നോക്കി നിൽക്കുക കേട്ടോ എല്ലാവരും. നീ അവിടെ നിൽക്കുമോ? തുപ്പി വേണമായിരുന്നു. അങ്ങനെ നമ്മൾ കടപ്പുറത്തു നിന്നൊക്കെ ഇങ്ങോട്ട് പോരാന്ന് കരുതി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ നല്ല ഉണക്കമീൻ വെച്ചിരിക്കുന്നു കേട്ടോ വിൽക്കാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഉണക്കമീൻ. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണക്കമീൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കൊരു കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാട്ടോ. പക്ഷേ കുലുക്കി സർബത്ത് എടുത്ത് വന്നപ്പോഴത്തേക്കിന് പൊന്നൂനത് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ കൊണ്ടുപോയതാണേ കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പൊന്നൂനത് ഇഷ്ടമായില്ല. അത് ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് നേരത്തെ കുടിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കത് കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ കുടിച്ചപ്പോഴത്തേക്കിന് നേരത്തെ ഞാനത് കുടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് വന്നില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പൊന്നു ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തന്നു കേട്ടോ. ഞാൻ കുടിച്ചു, അവളത് കുടിച്ചില്ല കേട്ടോ. അവൾക്ക് പിന്നെ ഒരു സോഡാ സർബത്ത് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തേ. അച്ചുക്കുട്ടൻ കുടിച്ചു കേട്ടോ. ഞങ്ങൾ 2 ഫ്ലേവറിലത് വാങ്ങിച്ചായിരുന്നു. ആദ്യം സ്ട്രോബെറി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാണ് മാംഗോയുടെ ഒരു ഫ്ലേവർ കൂടെ വാങ്ങിച്ചു കേട്ടോ. അതും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ സ്ട്രോബെറി അച്ചുക്കുട്ടനും കഴിച്ചു, മാംഗോയുടെ അത് ഞാനും കുടിച്ചു കേട്ടോ. സർബത്ത് കുടിച്ചപ്പോഴത്തേക്കിനുള്ള പൊന്നൂൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ? പൊന്നൂന് അതൊട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഇതിനാണോ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും കരുതിയിട്ടാണ് കേട്ടോ പൊന്നു എന്നെ നോക്കുന്നത്.
അപ്പോൾ നമ്മുടെ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.